ഇതുവരെ നമ്മൾ പഠിച്ച ഫോർമുലാസ് ഒക്കെ എന്ന് പറയുന്നത് ബേസിക് ഫോർമുലാസ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അങ്ങനെയുള്ള ബേസിക് ഫോർമുലാസ് ആണ്. ഇനി നമ്മുടെ ഫോർമുലയുടെ ബേസിക് സ്റ്റെപ്സിലൂടെ കയറാണ്. ഇവിടെ തൊട്ടുള്ള ഫോർമുലാസ് ആണ്. നമുക്ക് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫോർമുല. ഫസ്റ്റ് ഫോർമുല എഴുതാം. 2x ആണ്. സൈൻ 2x എന്ന് പറയുന്നത് 2 sin x cos x ആണ്. ഓക്കെ, ഇത് 2xന്റെ ഇക്വേഷൻ. 2xന്റെ ടാനിലുള്ള ഇക്വേഷൻ എന്താണ്? ടാനിലുള്ള ഇക്വേഷൻ സെയിം തന്നെയാണ്. ഇങ്ങോട്ട് എഴുതാം. 2 tan x ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, സൈൻ 2x എത്രയാണെന്ന് വെച്ചാൽ 2 sin x cos x ആണ്. സിമിലർ തന്നെയാണ്. അതിന്റെ ടാൻ ഫോർമാറ്റ് എഴുതുവാണെങ്കിൽ 2 tan x ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, നമുക്ക് അടുത്ത ഫോർമുലയിട്ട് പോകാം. കോസ് 2x വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന് ഒരു ഫോർമുലയൊന്നും അല്ല ഉള്ളത്, ഒന്നധികം ഫോർമുലാസ് ഉണ്ട്. ഫസ്റ്റ് ഫോർമുല പറയാം. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ നമുക്ക് 2 വന്നപ്പോഴത്തേക്കും അഥവാ ഇവിടെ എന്തോണോ ആംഗിൾ കിടക്കുന്നത് അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. അതുപോലെ ഇവിടുത്തെ ആംഗിൾ എന്താണോ അവിടുത്തെ ഹാഫ് ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഇത് മാത്രമാണോ? അല്ല, ഇനിയുണ്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അതിനൊക്കെ തന്നെ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഓക്കെ, കോസ് 2x ഈ 3 ഫോർമുലാസ് ഉണ്ട്. ഇനി ടാൻ ഒരെണ്ണം ഞാൻ പറയാം. സൈൻ 2x 2 വന്നപ്പോൾ അതിന്റെ ഹാഫ് വന്നു. ഇവിടെ നമുക്ക് 2 വന്നപ്പോൾ അതിന്റെ ഹാഫുകളാണ് ഇവിടെ കിടക്കുന്ന ആംഗിളുകൾ മൊത്തം. ഓക്കെ, കോസ് 2x കോസിൽ തന്നെ ചോദിച്ചാൽ ഫസ്റ്റ് കോസ് വന്നു, ദെൻ 1 സൈൻ വരുമ്പോൾ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ടാൻ ഇതിന്റെ ഫോർമുല എന്തുകൊണ്ട് ടാൻ മാറ്റി എഴുതുന്നത് വെച്ചാൽ ടാൻ കുറിച്ച് നമുക്ക് മാറ്റി അത് ചിലപ്പോൾ സൈൻ്റെ കോസിന് നമുക്ക് അത്രയും ടാൻ്റെ ഫോർമുല അല്ല, അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ നമ്മൾ അറിഞ്ഞു വയ്ക്കണം. സോ അതിന് വേണ്ടിയാണ് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അതാണ് കോസ് 2x ടാനിൽ ചോദിച്ചാലുള്ള ഫോർമുല. ഓക്കെ, ഇന്ന് ലാസ്റ്റ് നമ്മുടെ ഫോർമുല ടാൻ 2x. ടാൻ 2x എന്താ? സൈൻ 2x ബൈ കോസ് 2x. സൈൻ 2xന്റെ വാല്യൂ താണ്ടെ, കോസ് 2xന്റെ വാല്യൂ താണ്ടെ. ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അതല്ല, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിനോമിനേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും കോമൺ ആയതുകൊണ്ട് വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് വരും? 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. സോ ഈ 3 ബേസിക് ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് വെച്ചിട്ട് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിങ്ങനെയല്ല നമ്മൾ കാണുന്നത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, 2 കോസ് സ്ക്വയർ എക്സ് എന്താണെന്ന് വെച്ചാൽ അത് 1 പ്ലസ് കോസ് 2x ആണ്. അതെങ്ങനെ വന്നു? കോസ് 2x ഞാൻ ഇവിടെ എഴുതി, ഈ പ്ലസ് 1 അപ്പുറത്ത് കൊണ്ടുപോയി, ഞാൻ നമുക്ക് എന്ത് വന്നു? 1 പ്ലസ് കോസ് 2x എന്ന് വന്നു. അപ്പോൾ അതാണ്. അഥവാ നമുക്കിപ്പം ഈ തീറ്റയുടെ സ്ഥാനത്ത് 2 വന്നാൽ ഇവിടെ എന്താണോ ഇതിപ്പം ഈ കേസിൽ സ്ക്വയർ ടേമിന്റെ ആംഗിളിന്റെ ഇരട്ടിയാണ് ഇവിടെ കിടക്കുന്നത്. ഒന്നുമില്ല, ഇത് തന്നെ ഈ സെയിം ഫോർമുല തന്നെ ഒന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് മാത്രമേ ഇവിടെ മാറ്റുള്ളൂ. ഈ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ എന്താണോ അതിന്റെ ഇരട്ടിയായിരിക്കും ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ എന്താണോ അതിന് പകുതി ആയിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതിയാൽ എന്ത് വാല്യൂ? 1 പ്ലസ് കോസ് എക്സ് എന്ന് വരും. കാരണം ഇവിടുത്തെ ആംഗിളിന്റെ ഇരട്ടി അതാണ് ഇവിടെ കിടക്കുന്നത്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് പറഞ്ഞാൽ ഇതുപോലെ കോസ് 2x വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് അല്ലേ. അപ്പോൾ ഞാൻ 2 സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് 1 മൈനസ് കോസ് 2x എന്ന് എഴുതാം. കാരണം കോസ് 2x ഞാൻ അപ്പുറത്തുണ്ട്, 1 അവിടെ ഇട്ടിരുന്നു, കോസ് 2x ഇപ്പുറത്ത് വന്നു. ഇതേ ഇനി 2 കോസ് സ്ക്വയർ അപ്പം 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അപ്പം എന്ത് വരും? 1 മൈനസ് കോസ് എക്സ് എന്ന് വരും. ഇതിന്റെ ഇരട്ടി. അപ്പോൾ ഇതിന്റെ ഇരട്ടി. ഓക്കെ, അപ്പം ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 2 ഫോർമുലാസ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ ആയിരിക്കും അവരെ കാണുക. ഓക്കെ, അപ്പം ഇതും കൂടെ നമ്മൾ നോക്കണം. ഫോർമുല നെക്സ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് ഇപ്പോൾ സൈനിന്റെ ഒരു പർട്ടിക്കുലർ ആംഗിളിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. കോസ് ആയിക്കോട്ടെ ടാൻ ആയിക്കോട്ടെ എന്തോ. പക്ഷെ നമുക്കതിനെ ഇപ്പം സൈൻ 180ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രന്റ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമുക്ക് സൈൻ 90 പ്ലസ് 16 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതിയാൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ സൈനിന്റെ ആംഗിളിനകത്ത് 2 ആംഗിൾ സമൂല കിടന്നാൽ ഇങ്ങനെ നമുക്ക് ഇന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം എന്നുള്ള ഫോർമുലാസ് ആണ് നമ്മളിത് പറയാൻ പോകുന്നത്. സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് വൈ സെയിം തന്നെ, ഇടയ്ക്ക് മൈനസ് വരുന്നേ ഉള്ളൂ. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ കഴിഞ്ഞു, ഇനി നമുക്ക് കോസിലോട്ട് പോവാം. കോസ് എക്സ് പ്ലസ് വൈ, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, കോസ് എക്സ് മൈനസ് വൈ സെയിം തന്നെ, മൈനസ് ഒന്നുകൊണ്ട് പ്ലസ് വരും. കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. നമുക്ക് ടാൻ നോക്കാം. എക്സ് പ്ലസ് വൈ, ടാൻ എക്സ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഓക്കെ, പ്ലസ് വരുന്നതുകൊണ്ട് മുകളിൽ പ്ലസും താഴെ മൈനസും. ഫോർമുല ഇതുപോലെ നമ്മൾ പഠിക്കാം. ടാൻ എക്സ് മൈനസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നേരത്തെ സൈൻ 3 തീറ്റയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈൻ 3 തീറ്റ ഇത് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതിയിട്ട് അതിനെ സോൾവ് ചെയ്തെടുക്കുന്നതാണ് ഈ സൈൻ 3 തീറ്റയുടെ ഫോർമുല. സോ നമുക്കത് സോൾവിംഗ് ഒന്നും വേണ്ട, അതിനെക്കുറിച്ച് അറിയാൻ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് ഡെറിവേഷൻ അറിഞ്ഞു വെക്കാനായിട്ട് പോലും നമുക്കത് കുറച്ച് ഉണ്ട്. ഒന്നുമില്ല, ആ ഫോർമുലയ്ക്കകത്ത് 2 തീറ്റ പ്ലസ് തീറ്റ 3 തീറ്റ എഴുതുന്നു, നെക്സ്റ്റ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് അങ്ങനെ ഫോർമുല വെച്ച് ഡ്രൈവ് ചെയ്യുന്നു. സോ നമ്മളതൊന്നും വേണ്ട, നമുക്ക് സൈൻ 3 തീറ്റ അതുപോലെ പറയാം. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ
അപ്പോൾ cos 3 തീറ്റ എന്ത് വരും? cos 3 തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 4 cos ക്യൂബ് തീറ്റ മൈനസ് 3 cos തീറ്റ. tan 3 തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 3 tan തീറ്റ മൈനസ് tan ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ തീറ്റ. ഇതെല്ലാം ആ ഫോർമുലയ്ക്ക് അതിൽ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഡെറിവേഷൻ ആവശ്യമില്ല, നമുക്ക് ഈ ഫോർമുല അതുപോലെ പഠിക്കാം. sin 3 തീറ്റ ഇസ് ഈക്വൽ ടു 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റ. cos 3 തീറ്റ ഇസ് ഈക്വൽ ടു 4 cos ക്യൂബ് തീറ്റ മൈനസ് 3 sin തീറ്റ. tan 3 തീറ്റ ഇസ് ഈക്വൽ ടു 3 tan തീറ്റ മൈനസ് tan ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ തീറ്റ. sin x പ്ലസ് വൈ പ്ലസ് sin x മൈനസ് വൈ, അതായത് sin x പ്ലസ് വൈയുടെ ഫോർമുലയും sin x മൈനസ് വൈയുടെ ഫോർമുലയും നമ്മൾ പഠിച്ചു. ആ രണ്ട് ഫോർമുലകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കോമൺ ആയിട്ടുള്ള രണ്ട് ടേംസുകളുണ്ട്. അവർ പോയിട്ട് നമുക്ക് 2 sin a cos b എന്ന് വരും. സിമിലർലി sin a പ്ലസ് ബിയും sin a മൈനസ് ബി, അതായത് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 cos a sin b എന്ന് വരും. ഇനി കോസിന്റെ അതാണ് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈ ഫോർമുലകൾ ആഡ് ചെയ്യുന്നു, കോസിന്റെ ആ ഫോർമുല മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 cos a cos b എന്നും മൈനസ് 2 sin a sin b എന്ന് വരും. ഈ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ഇന്റഗ്രേഷൻ ആണ് ഈ ഫോർമുല കൂടുതൽ ഉപയോഗം. കാരണം നമുക്ക് ഇന്റഗ്രലിനകത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇന്റഗ്രൽ 2 cos a sin b എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാമോ? ഇല്ല. അറിയാമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യണം ഇന്റഗ്രേഷനിലാണെങ്കിൽ. സോ നമുക്കിപ്പോൾ എന്ത് ചെയ്യും? ഇന്റഗ്രേഷൻ കേസ് നമുക്ക് സമ്മിലോട്ട് കടന്നാൽ നമുക്ക് ഇന്റഗ്രൽ അകത്തോട്ട് കൊടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ sin a പ്ലസ് ബി മൈനസ് sin a മൈനസ് ബി എന്ന് എഴുതാം. സോ ഇന്റഗ്രൽ ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുത്താൽ ഇന്റഗ്രേറ്റ് എളുപ്പമായിരിക്കും. സോ ഈ ഫോർമുല കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇന്റഗ്രേഷനിലാണ്. പക്ഷേ ഈ ഫോർമുലയിൽ നിന്നും ഡിറൈവ് ആയി വരുന്ന ഒരു ഫോർമുലയുണ്ട്. അത് നമുക്ക് കാൽക്കുലേഷൻസ് ട്രിഗണോമെട്രിക് കാൽക്കുലേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതിന്റെ ഈ ഫസ്റ്റ് ഫോർമുല ഉണ്ടല്ലോ, അത് ഞാനൊന്ന് എടുത്ത് എഴുതുകയാണ്. ഇത് അതുപോലെ എഴുതുകയാണ്. ഓക്കെ, അത് ഞാൻ ഈ ഒരു ഫോർമുലയെ ഒന്ന് എടുത്ത് നമുക്ക് ഇത് ആവശ്യമില്ല, പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ഫോർമുല നമുക്ക് ആവശ്യമുണ്ട്. അത് വരുന്ന എങ്ങനെയാണെന്ന് പറയുന്നതിന് വേണ്ടി, അതിന്റെ ആവശ്യം നമുക്കില്ല, വരുന്നത് എങ്ങനെയാണെന്ന് പറയണം. പക്ഷേ എന്നാൽ പറഞ്ഞിരുന്നാൽ കൊള്ളാം. സോ നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈഡയ്ക്ക് പകരം ഞാൻ എ എന്ന എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എ ആണെന്നും എക്സ് മൈനസ് വൈയുടെ വാല്യൂ ബി ആണെന്നും ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എ പ്ലസ് ബി ബൈ 2 ചെയ്ത് നോക്കണം. ഓക്കെ, എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ തമ്മിൽ കൂട്ടുമ്പോഴത്തേക്കും വൈയും വൈ ക്യാൻസൽ ആയി പോയി 2x ഉണ്ട്. 2x ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എക്സ് വരും. സോ എക്സിന്റെ വാല്യൂ എ പ്ലസ് ബി ബൈ 2. അത് നമുക്ക് വൈയുടെ വാല്യൂ എന്ത്? ബി ബൈ 2 ചെയ്യുമ്പോൾ എക്സും ക്യാൻസൽ ആയി പോകും. 2y ബൈ 2 എന്ന് വരും. ദറ്റ് ഇസ് വൈ വരും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല നമുക്ക് ഒന്നുകൂടെ എഴുതാമല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതാണ്. ഞാൻ ഫസ്റ്റ് ഇത് എഴുതാണ്, ദെൻ ഈക്വൽ ടു ഇത് എഴുതാം. അപ്പോൾ ഇതെന്ത് വരും? ഇത് വെച്ച് നമ്മളപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര ഐഡന്റിറ്റി ഉണ്ട്? 1 2 3 4 ഐഡന്റിറ്റി ഉണ്ട്. 4ലും ഇതേ പ്രോസസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4 ഫോർമുലാസ് ഉൾത്തിരിഞ്ഞ് വരും. അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, sin a പ്ലസ് sin b വിച്ച് ഇസ് ഈക്വൽ ടു 2 sin a പ്ലസ് b ബൈ 2 cos a മൈനസ് b ബൈ 2. ഇനി sin a മൈനസ് sin b വിച്ച് ഇസ് ഈക്വൽ ടു 2 cos a പ്ലസ് b ബൈ 2 sin a മൈനസ് b ബൈ 2. ഇനി ഞാൻ എഴുതാം. ഇത് കൊടുക്കും cos a പ്ലസ് cos b യും cos a മൈനസ് cos b യും നമുക്ക് എഴുതാം. ഇവിടെ എല്ലാത്തിനും പ്രത്യേകത അറിയാമോ? 2 കോമൺ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ കാണും, അതിനകത്ത് ആംഗിളുകൾ കാണും. ഈ ആംഗിളുകൾ ഇവിടെയും എ പ്ലസ് ബി ബൈ 2 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ കാണും, ഇവിടെ എ മൈനസ് ബി ബൈ 2 ആയിരിക്കും. ഈ ഫംഗ്ഷൻസ് ആണ് നമ്മൾ എഴുതുന്നതാണ് നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞത്. സൈൻ വരുമ്പോഴേക്കിടയിൽ പ്ലസ് വന്നാൽ ആദ്യം സൈനും പിന്നെ കോസും, സൈനുകൾക്കിടയിൽ മൈനസ് വന്നാൽ ആദ്യം കോസും പിന്നെ സൈനും. ഇനി നമ്മൾ കോസിൻ്റെതാണ് നമുക്ക് കുറച്ച് പഠിക്കാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോസ് ഇടയ്ക്ക് പ്ലസ് വന്നാൽ ഫുൾ കോസ് ആയിരിക്കും. കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. കോസുകൾക്കിടയ്ക്ക് മൈനസ് വന്നാൽ രണ്ടും സൈനുമായിരിക്കും, നെഗറ്റീവ് സൈനും വരും. സൈനുമായിരിക്കും, നെഗറ്റീവ് സൈനും വരും. അതാണ് പ്രത്യേകത. ഈ ഒരു ഫോർമുലയും നമ്മൾ പഠിക്കണം.